നമസ്കാരം, ചാനൽ 91 ന്യൂസിലേക്ക് സ്വാഗതം. ഇവർ 4 വ്യക്തികളല്ല, 4 ശക്തികളാണ്. കോടിക്കണക്കിന് ജനങ്ങൾക്ക് പ്രചോദനമാകുന്ന 4 ശക്തികൾ. 2035 ഇന്ത്യയുടെ സ്പേസ് സ്റ്റേഷൻ ഉണ്ടാകും. ഭാരതത്തിന്റെ സ്വന്തം റോക്കറ്റിൽ ഭാരതീയർ ചന്ദ്രന്റെ മണ്ണിലിറങ്ങും. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാക്കുകളാണിത്. ഇന്ത്യയുടെ അഭിമാന ബഹിരാകാശ പദ്ധതിയായ ഗഗൻയാൻ ദൗത്യത്തിലെ ക്യാപ്റ്റൻ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ, അംഗദ് പ്രതാപ്, അജിത് കൃഷ്ണൻ, ശുഭാൻഷു ശുക്ല എന്നിവരെ തിരുവനന്തപുരം തുമ്പയിലെ വിക്രം സാരാഭായ് സ്പേസ് സെന്ററിൽ വെച്ച് ലോകത്തിന് തന്നെ പരിചയപ്പെടുത്തിയ അഭിമാന നിമിഷങ്ങൾ. മലയാള ദേശത്തിന്റെ പെരുമ ബഹിരാകാശത്തോളം കുതിച്ചുയർന്ന നിമിഷം കൂടിയായി പ്രധാനമന്ത്രിയുടെ ഈ പരിചയപ്പെടുത്തൽ ചടങ്ങ്. കാരണം വ്യോമസേനയിൽ ഗ്രൂപ്പ് ക്യാപ്റ്റനായ പാലക്കാട് നെന്മാറ സ്വദേശി പ്രശാന്ത് ബാലകൃഷ്ണനാണ് ഈ സംഘത്തെ നയിക്കുന്നത്. 140 കോടി ഇന്ത്യക്കാരുടെ അഭിലാഷങ്ങൾ ബഹിരാകാശത്തെത്തുന്ന 4 ശക്തികൾ. ബഹിരാകാശത്ത് എത്താനുള്ള ഇന്ത്യയുടെ സ്വപ്നം സോവിയറ്റ് യൂണിയനുമായുള്ള സംയുക്ത പദ്ധതിയിലൂടെ ആദ്യം യാഥാർത്ഥ്യമായെങ്കിലും പിന്നീട് അങ്ങോട്ട് പ്രധാനമന്ത്രിയുടെ വാക്കുകൾ പോലെ തന്നെ നമ്മുടെ കൗണ്ട് ഡൗണിൽ, നമ്മുടെ സമയത്ത്, നമ്മുടെ റോക്കറ്റിൽ ബഹിരാകാശ യാത്ര എന്നതാണ് ഭാരതത്തെ ആവേശം കൊള്ളിക്കുന്നത്. രാജ്യം ഏറെ അഭിമാനിക്കുന്ന ഈ ദൗത്യത്തിനൊപ്പം മലയാളികൾ അറിയാതെ പോയ ഒരു രഹസ്യം കൂടി വെളിപ്പെട്ടിരിക്കുന്നു. ബഹിരാകാശ ദൗത്യ സംഘത്തലവൻ ക്യാപ്റ്റൻ പ്രശാന്ത് ബാലകൃഷ്ണൻ ജീവിത സഖിയായി ഒപ്പം കൂട്ടിയിരിക്കുന്നത് മലയാള സിനിമയുടെ പ്രിയതാരം ലെനയെയാണെന്നതാണ് ആ രഹസ്യം. മനഃശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദധാരിയായ ലെനയും പ്രശാന്ത് ബാലകൃഷ്ണനും തമ്മിലുള്ള വിവാഹം 2024 ജനുവരി 17 വളരെ രഹസ്യമായാണ് നടന്നത്. ബഹിരാകാശ പ്രവർത്തനങ്ങളുടെ വാണിജ്യ ഹബ്ബായി ഇന്ത്യ മാറുന്നതിൽ അഭിമാനം. ഒപ്പം പ്രശാന്ത് ബാലകൃഷ്ണൻ ലെന ദമ്പതികൾക്ക് ചാനൽ 91 ന്യൂസിന്റെ സർവ്വ നന്മകളും ആശംസകളും. ന്യൂസ് ഡെസ്ക്, ചാനൽ 91.